ഇന്നത്തെ റെസിപ്പി വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാവുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് ബ്രെഡാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അപ്പോൾ ബ്രെഡിൻ്റെ 4 വശവും കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ഇതുപോലെ ഒരു പുഡിംഗ് ട്രെയിൽ അടക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ഓൾറെഡി ഫസ്റ്റ് ലെയർ അടക്കി വെച്ചായിരുന്നു കേട്ടോ. ഇതിപ്പോൾ സെക്കൻഡ് ലെയറാണ് എടുക്കുന്നത്. സെയിം രീതിയിൽ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇത് ബ്രെഡൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിലിട്ട് കണ്ടൻസ്ഡ് മിൽക്കും പാലും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൂട്ടാണ് കേട്ടത്. അപ്പോൾ അത് ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്താണ് നമ്മുടെ ബ്രെഡൊക്കെ നല്ലപോലെ കുതിർന്ന് വന്നെ കേട്ടോ. പിന്നെ അപ്പോൾ നമ്മൾ പാലിലേക്ക് വേണ്ടി പഞ്ചസാര വെച്ച് ചേർത്തിട്ടും എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. കണ്ടൻസ്ഡ് മിൽക്ക് തന്നെ ചേർക്കണം എന്നൊന്നുമില്ല. പിന്നെ അതിന് മുകളിലായിട്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം ഉണ്ടല്ലോ, വിപ്പിംഗ് ക്രീം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ട് അത് ചേർത്ത് കൊടുക്കണ്ട. കേക്കിനൊക്കെ ബീറ്റ് ചെയ്യുമ്പോൾ പോലെ സ്റ്റിഫ് പീക്കായിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് പീക്കാക്കി എടുത്തുവെച്ചാൽ മതി. പിന്നെ അതിന് മുകളിലായിട്ട് കുറച്ച് നട്ട്സൊക്കെ ഇട്ട് കൊടുത്തിട്ടാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് മുകളിലായിട്ട് ഞാനൊരു ആപ്പിൾ എടുത്തിട്ട് ആപ്പിളിൽ കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്തു. എന്നിട്ട് ഒന്നൊന്ന് വാട്ടിയെടുക്കൂലേ, നമ്മൾ അടുപ്പത്ത് വെച്ചൊന്ന് ചൂടാക്കിയെടുക്കാം. അല്ലെങ്കിൽ മൈക്രോവേവിൽ ഒരു മിനിറ്റൊക്കെ വെച്ചിട്ടൊന്ന് ചൂടാക്കിയെടുത്താലും മതി കേട്ടോ. ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിന് ആപ്പിളിന് പകരം നിങ്ങൾക്ക് ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഒന്നൊന്ന് വാട്ടിയെടുത്തിട്ട് ഇങ്ങനെ ഇട്ടേച്ചാൽ മതി. പിന്നെ അതിന് മുകളിലായിട്ടും ഞാൻ അടുത്ത ലെയറായിട്ടും ഇതുപോലെ തന്നെ ബ്രെഡ് വെച്ച് കൊടുക്കാം. നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇതുപോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഇപ്പോൾ ഞാനിവിടെ 3 ലെയറായിട്ടാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ബ്രെഡിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ പാലും അതുപോലെ മിൽക്ക് മെയ്ഡും കൂടി ചേർത്തിട്ടുള്ള ആ ഒരു കൂട്ട് ഒഴിച്ചു കൊടുക്കാം. പിന്നെ അതിന് മുകളിലായിട്ട് വിപ്പിംഗ് ക്രീം ഇതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ വിപ്പിംഗ് ക്രീം ഇതുപോലെ മൊത്തത്തിലൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിങ്ങനെ വേണമെങ്കിൽ ഈ ഒരു രീതിയിൽ നിർത്തിയിട്ട് കുറച്ച് നട്ട്സൊക്കെ മുകളിൽ വെച്ചിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷേ ഞാനിത് നമ്മുടെ ട്രൈക്കളർ ആ ഒരു ത്രിവർണ്ണ പതാകയുടെ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചൊരു വിപ്പിംഗ് ക്രീം എടുത്തിട്ട് അതിനകത്തൊന്ന് നമ്മുടെ ഒരു ഓറഞ്ച് കളറും അതുപോലെ പച്ച കളറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നിട്ട് അതൊരു പൈപ്പിംഗ് ബാഗിലിട്ട് നിറച്ചിട്ട് ഒരു 3 ഈ ഒരു നമ്മുടെ പുഡിങ്ങിൻ്റെ ഒരു 3 ഭാഗമായിട്ട് മാറ്റിയിട്ട് അതിൻ്റെ ഒരു ഭാഗത്ത് നമ്മുടെ ഓറഞ്ച് കളറും അതുപോലെ കുങ്കുമം ആ ഒരു കളറ് പിന്നെ വെള്ളയും പിന്നെ പച്ചയും കൊടുത്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് വലിയൊരു ഡെക്കറേഷനൊന്നുമല്ല. ഇത് കേക്കിൻ്റെ സ്ക്രാപ്പർ കൊണ്ട് ഇതുപോലെ ഒന്ന് ആക്കിയെടുക്കണുള്ളൂ കേട്ടോ. അത് നമുക്ക് നല്ല ചീപ്പ് ഉണ്ടെങ്കിൽ നല്ല ചീപ്പ് വെച്ചിട്ട് ഇതുപോലെ ചരിച്ചെടുക്കാവുന്നേ ഉള്ളൂ. എന്നിട്ട് ഇതിൻ്റെ നടുക്ക് വെള്ളയുടെ നടുക്ക് ഭാഗത്തായിട്ട് കുറച്ച് നമ്മുടെ റൈസിൻസ് ഉണ്ടല്ലോ, മറ്റേ കറുത്ത മുന്തിരി, അതിങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഇതൊരു കുറച്ച് സമയം ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റാക്കി എടുക്കണം. ഒരു 3-4 മണിക്കൂറൊക്കെ വെച്ചിട്ട് സെറ്റാക്കി എടുക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ ഇനി പെട്ടെന്ന് എടുക്കാനാണെങ്കിൽ നമുക്ക് കുറച്ച് സമയം ഒന്ന് ഫ്രീസറിലായിട്ട് വെച്ചാൽ മതി. അപ്പോൾ നല്ലപോലെ തണുത്ത് കിട്ടുമല്ലോ. പുഡിങ്ങൊക്കെ എപ്പോഴും തണുപ്പിച്ച് കഴിക്കാനാണ് ടേസ്റ്റ്. എന്നിട്ട് ഇതായത് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ അത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പുഡിങ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നല്ലൊരു ഉഷാറ് വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക്